അപ്പോൾ ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനമാണ്. ഭക്ഷണത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് പലപ്പോഴും ഭക്ഷ്യവിഷബാധ മൂലം ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോഴാണ്. ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നത് അപ്പോൾ മാത്രമാണെന്ന് നിരാശ ഉണ്ടാക്കുന്നതുമാണ്. എല്ലാ വർഷവും ലോക ജനസംഖ്യയുടെ 10-1 വിഷലിപ്തമായ ഭക്ഷണം കഴിച്ച് അസുഖബാധിതനാകുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങളെ ചെറുക്കുക, ബോധവൽക്കരണം നടത്തുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ഭക്ഷണം മനുഷ്യന്റെ അവകാശമാണ്. മോശം ഭക്ഷണം മൂലം 200-ലധികം അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രതിവർഷം 600 ദശലക്ഷം ആളുകൾ ഭക്ഷണത്തിൽ നിന്ന് രോഗബാധിതരാകുന്നു. 4 ലക്ഷത്തിലധികം ആളുകൾ മരിക്കുന്നു. ഭക്ഷണത്തിൽ നിന്ന് അസുഖമുണ്ടാകുന്നവരിൽ 40% 5 വയസ്സിൽ താഴെയുള്ളവരാണ്. ഭക്ഷ്യസുരക്ഷാ അപകടങ്ങൾ അതിന്റെ വലുപ്പച്ചെറുപ്പം നോക്കാതെ ഗൗരവത്തിലെടുക്കാൻ സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. കൃഷിക്കാർ, സർക്കാർ, ഭക്ഷ്യ സംരംഭകർ, ഉപഭോക്താക്കൾ തുടങ്ങി എല്ലാവരും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ഉത്തരവാദിത്തമുള്ളവരാണ്. ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1ാമതായ കേരളത്തിലാണ് നിരന്തരം ഭക്ഷ്യവിഷബാധ മൂലം മരണങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ മെയ് 28-നാണ് തൃശൂരിൽ കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് സ്ത്രീ മരിക്കുകയും 100ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. ഭക്ഷ്യവിഷബാധ തുടർക്കഥയാകുന്ന കേരളത്തിൽ കടുത്ത പരിശോധനകൾക്കൊപ്പം സുരക്ഷിതമായ ഭക്ഷണ സംസ്കാരം വളർത്തേണ്ടതും അത്യാവശ്യമാണ്. ലോകാരോഗ്യ സംഘടനയും ഭക്ഷ്യ കാർഷിക സംഘടനയും സംയുക്തമായാണ് ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിതമായതിനു വേണ്ടി തയ്യാറെടുക്കുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. റിസർച്ച് ഡെസ്ക് 24.